ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇപ്പം എന്താ പറയുക, രാവിലെ ചായക്ക് കടി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നീച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ് ചായക്ക് കടി ഉണ്ടാക്കേണ്ടത് എന്ന ചിന്തയിലായിട്ടോ നീച്ച് വരുന്നത് തന്നെ ഞാൻ രാവിലെ ഒരു ടാസ്ക് തന്നെ കേട്ടോ. രാവിലെ ചായക്ക് കടി ഉണ്ടാക്കുക എന്താണെന്നുള്ളത് ചിന്തിക്കണത്. അപ്പോൾ എല്ലാവർക്കും തന്നെയാവുമല്ലോ രാവിലെ എന്തുണ്ടാക്കണം എന്നുള്ള ചിന്തയിലാവുമല്ലോ രാവിലെ എല്ലാവരും എണീറ്റ് വരിക. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരാരൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശ കേട്ടോ. ഗോതമ്പ് ദോശ ചമ്മന്തി അരക്കാനായിട്ടോ. അപ്പോൾ മക്കൾക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത സാധനമാണ് ഗോതമ്പ് ദോശ. അതേപോലെ ചപ്പാത്തി. ഒരിക്കൽ എന്നും ഉഴുന്ന് ദോശയും ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര താല്പര്യം ഇഷ്ടമാണ് കേട്ടോ. അപ്പൂസിനും സോനും കുറച്ച് സാമ്പാറുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മാറ്റി പിടിച്ചിട്ടോ ഗോതമ്പ് ദോശ ആക്കുക. കാരണം ഗോതമ്പ് ദോശ കുറേ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നേക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തി അരക്കാൻ കരുതി. അപ്പോൾ ഞാൻ ചമ്മന്തി അരയ്ക്കുമ്പോൾ ചെറിയ ഉള്ളിയും നല്ല വാട്ടിയെടുത്തു. പിന്നെ ഉണക്കൽമുളകും നല്ലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടോ. അവിടെ രണ്ടും നല്ലൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി അരയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടോ. അപ്പോൾ അതൊക്കെ വാടി വന്ന ശേഷം ഞാൻ അമ്മിക്കല്ലുമ്മ തന്നെ ഇട്ട് അരയ്ക്കുന്നത്. കാരണം മിക്സിയിട്ട് അരയ്ക്കുമ്പോൾ ആ ചമ്മന്തിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് അരച്ച് വേഗം എടുക്കട്ടെ കേട്ടോ. കാരണം മക്കൾ എണീറ്റിട്ട് അപ്പോൾ മക്കൾ എണീറ്റ് വരുമ്പോഴേക്ക് വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം കുടിക്കാമല്ലോ. ഇന്നാണെങ്കിൽ അവർക്ക് സ്കൂളില്ല. സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ച് നേരം വൈകിട്ട് എണീക്കാൻ. പിന്നെ നല്ല മഴയല്ലേ, രാവിലെ നീക്കാൻ എല്ലാവർക്കും മടിയുണ്ട്. പിന്നെ രാവിലെ നീച്ചില്ലെങ്കിലാണെങ്കിൽ നേരം വേഗം വിചാരിച്ചിട്ട് ഞാൻ രാവിലെ നീച്ചിട്ടാണ്. കാരണം മഴയാകുമ്പോൾ നമുക്ക് നീക്കാൻ എല്ലാവർക്കും മടിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചമ്മന്തിയൊക്കെ ആയിട്ടുണ്ട്. ഇനി വേഗം ചായ കുടിക്കട്ടെ. മക്കൾ കുറേ നേരമായിട്ടോ മക്കൾ കുറേ നേരമായിട്ട് ഞാൻ വിളിക്കണം. അപ്പോൾ അവരിന്ന് എണീറ്റ് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. പക്ഷെ കുറച്ച് നേരമൊക്കെ കാത്തിരുന്നു. പിന്നെ ശവം നശിച്ചു പോയി. ഞാൻ അമ്മ വേഗം ചാടിക്കായിരുന്നു. കാരണം അവരെ കാത്തു നിന്നിട്ട് ഇനിയിപ്പോൾ കാര്യമില്ല. കാരണം അവർ നീച്ച് പല്ലൊക്കെ തേച്ച് വരുമ്പോഴേക്ക് കുറച്ച് സമയം വൈകും. അപ്പോൾ ഒരു നീച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നൊക്കെ പല്ലൊക്കെ തേച്ച് വരുമ്പോഴേക്ക് സമയം പോണ വഴി അറിയില്ല കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര വിശപ്പ്. അപ്പം ഞങ്ങൾ വേഗം ചായ കുടിക്കട്ടെ എന്നത്. അമ്പാടിക്ക് ഞാൻ ആദ്യം ചായ കൊടുത്തിട്ടോ. അവൻ ചായ കുടിച്ചിട്ട് അവിടെ ഇരിക്കുന്നത് കേട്ടോ. മറ്റു രണ്ടാളും എണീറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവർക്കും പല്ലൊക്കെ തേച്ചിട്ട് വേഗം ചായ എടുത്ത് കൊടുക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.